കണ്ണുനീർ താഴ്വരകൾ അതിഘോരമാം വീടുകളും കണ്ണുനീർ താഴ്വരകൾ അതിഘോരമാം വീടുകളും മരണത്തിൻ കൂരിരുളിൽ താങ്ങും കരങ്ങളുണ്ട്. നിന്റെ ഹൃദയം തകരുമ്പോൾ ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. അപ്പൊ ഒന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പിൻ. ഏഴാമത്തെ വാക്യത്തിൽ പറയുന്നു, അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോട് കൂടെ വസിച്ച് സ്ത്രീജനം ബലഹീനപാത്രം എന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികൾ എന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുക്കും. അപ്പൊ ഈ രണ്ട് വാക്യത്തിൽ നിന്നാണ് ഞാൻ സംസാരിക്കാനിരിക്കുന്നത്. ദൈവം എന്നോടും നിങ്ങളോടും സംസാരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഇവിടെ ഒന്നാമത്തെ വാക്യത്തിൽ ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കും. അപ്പൊ ഭാര്യമാരോടുള്ള ഉപദേശമാണ്. എങ്ങനെയുള്ള ഭർത്താക്കന്മാർക്കാണ് കീഴടങ്ങിയിരിക്കേണ്ടത്? ദൈവവചന അടിസ്ഥാനത്തിൽ നമ്മെ നയിക്കുന്ന, നമ്മെ നടത്തുന്ന, ആ ദൈവഭക്തിയിലും ഭയത്തിലും നമ്മെ നടത്തിക്കൊണ്ടുപോകുന്ന ഒരു ഭർത്താവിന് കീഴടങ്ങിയിരിപ്പിൻ എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ അല്ലാത്ത ഭർത്താക്കന്മാർ ഒരുപക്ഷെ മക്കളുടെ പാപം ചെയ്യിപ്പിക്കാനായിട്ട് നമ്മുടെ ഭർത്താവ് പറയുകയാണെങ്കിൽ അല്ലേ, നമുക്ക് അതിന് കീഴ്പ്പെട്ട് ദൈവവചനം അനുസരിക്കാത്ത ഒരു കീഴടങ്ങില്ല. അത് ഒരു ഭർത്താവിൻ്റെ കാര്യം. എന്നിട്ട് രണ്ടാമതൊരു ഭർത്താവിനെ പറയുന്നു, അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം. അപ്പൊ വചനം അനുസരിക്കാത്ത പക്ഷം എന്ന് പറയുന്ന ഭർത്താവ് എന്ന് പറയുമ്പോൾ സുവിശേഷം കേൾക്കാത്ത അല്ലെങ്കിൽ സുവിശേഷത്തിൽ വിശ്വസിക്കാത്ത, ദൈവസന്നിധിയിൽ വരാത്ത ഒരു ഭർത്താവിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പൊ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടുകൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാനിടയാണ്. നമ്മളിവിടെ ഇരിക്കുന്ന എല്ലാവരും അല്ലേ ഭർത്താക്കന്മാരുള്ള ഭാര്യമാരുണ്ട്. 2-3 പേർക്ക് മാത്രമേ ഇവിടെ ഭർത്താക്കന്മാരില്ലാതെ അല്ലേ. അപ്പൊ നമ്മളുടെ ദൈവം എന്താണ് സംസാരിക്കുന്നത്? നമ്മുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കണം. രണ്ടാമത്, അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്തവർ. അപ്പൊ വചനം അനുസരിക്കാത്ത ഒരു ഭർത്താവിന് ഭയത്തോടുകൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ട്, ഒരു നടപ്പ് അവിടെ എങ്ങനെയാണ് പറയുന്നത്? നിങ്ങളുടെ നടപ്പ്. അടുത്ത വാക്യത്തിൽ വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ, അവിടെ 2 സ്ഥലത്ത് ഇങ്ങനെ നടപ്പ് എന്ന് പറയുന്നത്. എന്താണ് നമ്മുടെ നടപ്പ്? നമ്മള് വചനം അറിയാത്ത, ദൈവത്തെ അറിയാത്ത ഒരു ഭർത്താവ് ദൈവത്തെ അറിയണമെങ്കിൽ നമ്മുടെ നടപ്പ് ശരിയായിരിക്കും അല്ലേ. എന്ത് നടപ്പ്? നമ്മുടെ ഭയത്തോടുകൂടിയ നമ്മുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് എങ്ങനെ വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാനില്ല. അപ്പൊ നമ്മുടെ നടപ്പ് എങ്ങനെയായിരിക്കണം? ഭയത്തോടെ ആയിരിക്കണം അല്ലേ. നമ്മുടെ വചനം ദൈവത്തെ അറിയാത്ത ഒരു ഭർത്താവാണെങ്കിൽ അവരൊരു പക്ഷേ നമ്മളെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റും. അയ്യോ അത് നമുക്ക് ചെയ്യാൻ പറ്റൂല, ദൈവവചനം അതനുസരിച്ച് പറയുന്നില്ല, അത് പാപമാണ് എന്ന് പറഞ്ഞ് നമ്മുടെ ആ ഭയം അല്ലേ, നമ്മൾ ദൈവത്തെ അറിഞ്ഞ ദൈവമക്കളായിരിക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിലെ ഒരാൾ നേരം എടുത്തപ്പോൾ മൊത്തം നമ്മളെ ചീത്ത വിളിക്കുകയാണ്. നമുക്ക് ഭർത്താവ് ഇറകടി എന്ന് എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റുമോ? നമുക്ക് ഒരിക്കലും അത് പറ്റില്ല. അപ്പൊ എന്ത് വേണം? അപ്പോൾ നമ്മൾ പറയേണ്ടത്, അയ്യോ നമുക്കത് പാടില്ല, ഇന്ന് നമ്മൾ ദൈവത്തെ അറിഞ്ഞവരാണ്, നമ്മുടെ വായ നമ്മൾ സൂക്ഷിക്കണം. ദൈവം നമ്മുടെ ഹൃദയങ്ങളുടെ അകത്തിരിക്കുന്നത് പോലും അറിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എന്നുള്ള ഒരു ഭയത്തോടു കൂടിയ നമ്മുടെ നടപ്പ്. ആ നടപ്പ് നമ്മുടെ ഭർത്താക്കന്മാർ കാണണം. നിർമ്മലമായ നടപ്പ് നടത്ത വാക്യത്തിൽ പറയും. അങ്ങനെ ആ നടപ്പിനാൽ ചേർന്നത്. എന്താണ് ഈ നിർമ്മലമായ നടപ്പ്? നമുക്കൊരു 3-ാമത്തെ വാക്യം വായിക്കാം. നിങ്ങളുടെ അലങ്കാരം മുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേയുള്ളതല്ല. എന്താണ്? നമ്മൾ എങ്ങനെയാണ് നമ്മളെ അലങ്കരിക്കുക? നമ്മുടെ നടപ്പ് എങ്ങനെയാണ്? അവിടെയാണ് താൻ പറയുന്നത്. നിങ്ങളുടെ അലങ്കാരം, നമ്മൾ നേരം വെളുക്കുമ്പോൾ നേരെ ബ്യൂട്ടി പാർലറിൽ പോയി മുടിയൊക്കെ ഡൈയൊക്കെ ചെയ്ത് മുഖമൊക്കെ ഫാഷ്യലൊക്കെ ചെയ്ത് അലങ്കരിച്ച്
കുറേ പൊന്നും ആഭരണങ്ങളൊക്കെ വാരി അണിഞ്ഞ് അതുപോലെ കുറേ മോടിയുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഇതാണോ നമ്മുടെ നടപ്പ്? ഇതല്ല നമ്മുടെ നടപ്പ്, അല്ലേ? ഇങ്ങനെയുള്ള നടപ്പ് ഇന്ന് ലോകത്തിൽ ഒരുപാട് പേരങ്ങനെ നടക്കുന്നത് വെച്ചാൽ ദൈവമക്കളുടെ നടപ്പ് അങ്ങനെ ആയിരിക്കും, അല്ലേ? ഇന്ന് ഒരുപാട് ഇത് സ്ത്രീകൾക്കുള്ളതാണ്. അപ്പൊ ഇന്ന് ഒരുപാട് നമ്മൾ നോക്കുമ്പോൾ അധികം തുണിയൊന്നും വേണ്ട, ഇല്ല, തുണിക്കൊക്കെ ഇപ്പൊ വളരെ ചുരുക്കം തുണികൾ മതി. അതാണ് ലോകത്തിന്റെ നടപ്പ്. പക്ഷെ ദൈവമക്കളുടെ നടപ്പ് അങ്ങനെ മാന്യമായി വസ്ത്രം ധരിക്കും. ദൈവസേനയിൽ വരുന്നെന്ന് പറഞ്ഞ് നമ്മൾ വൃത്തിയില്ലാതെ നടക്കണമെന്നാണോ പറയുന്നത്? അല്ല, നമ്മൾ വൃത്തിയായിട്ട് നീറ്റായിട്ട് തന്നെ നമ്മൾ കിടക്കും. പക്ഷെ മാന്യമായ വസ്ത്രധാരണമായിരിക്കണം, ദൈവഭയമുള്ള ഒരു വസ്ത്രധാരണമായി. അപ്പം നമ്മുടെ നടപ്പില് ഒരു കാര്യം, നമ്മുടെ നടപ്പില് നമ്മുടെ വസ്ത്രധാരണം, നമ്മുടെ വിശുദ്ധിയോടുള്ള ജീവിതം, നമ്മുടെ നമ്മൾ വസ്ത്രം ധരിക്കുന്നത് മാന്യമായ രീതിയിലുള്ള വസ്ത്രം ധരിക്കും. കുറെ ആഭരണം വാരി ഇട്ടെന്നും പറഞ്ഞ് അത് നമ്മുടെ ആ ഒരു ഇതിലല്ല ദൈവം കാണുന്നത്. പുറമേ, അതൊക്കെ പുറമേ ഉള്ളതാണ്. കുറെ ആഭരണം വാരി ഇട്ടിട്ട് നമ്മൾ അലങ്കരിക്കുന്നത് പുറമേയുള്ള അലങ്കാരം. പിന്നെ വേറൊരു കാര്യം പറയുന്നത് തലമുടി തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ളതൊന്നുമല്ല നമ്മുടെ നടപ്പ്. പിന്നെ എന്തോ അടുത്ത വാക്യത്തിൽ പറയുന്നു, സൗമ്യതയും സാവധാനതയുള്ള മനസ്സെന്ന അക്ഷരഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാണ്. എന്താണ് സൗമ്യത? സൗമ്യത എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള സൗമ്യത. രോഗമനുഷ്യർക്ക് ഒരുപാട് പേർക്ക് സൗമ്യത നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ? നമ്മൾ ഈയിടെ കുറച്ചു നാളിന് മുമ്പ് നമ്മൾ ഒരു മനുഷ്യൻ ഇവിടെ വന്നില്ല, ഞാനും ഷൈനിയൊക്കെ ഒത്തിരിയേറെ സംസാരിച്ചു. ഭയങ്കര സൗമ്യതയായിരുന്നു. എന്ത് സൗമ്യത! സത്യം പറഞ്ഞാൽ നമ്മൾ പോലും നാണിച്ചു. ദൈവമക്കളായി നമുക്ക് പോലും ഇല്ല ഇത്രയും സൗമ്യത. പക്ഷേ ആ സൗമ്യത എന്ന് പറയുമ്പോൾ, ദൈവത്തെ അറിയാത്ത ഒരു മനുഷ്യന്റെ സൗമ്യത എന്ന് പറയുമ്പോൾ അകത്തു നിന്നുള്ളൊരു സൗമ്യതയല്ല, അത് പുറമെ അധരത്തിന്റെ സൗമ്യതയാണ്. പക്ഷെ നമുക്കതില്ലായിരിക്കാം. അത് തെറ്റെന്നല്ല ഞാൻ പറയുന്നത്, നല്ലത് തന്നെയാണ്. പക്ഷെ അകം എങ്ങനെ ഇരിക്കുന്നു? ആ അകത്തു നിന്ന് അതാ പറയുന്നത്. അടുത്ത മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ. അപ്പൊ നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന സൗമ്യത ഇതായിരിക്കണം. ചിലപ്പോൾ പുറമേ എളുപ്പത്തിൽ കഠിന വാക്കുകളൊക്കെ ആയിരിക്കുന്നത്, പക്ഷെ അകം എങ്ങനെ ഇരിക്കുന്നു? നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്നവനാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ ഹൃദയത്തിന്റെ അകത്തിരിക്കുന്ന ചിന്തകളും വിചാരങ്ങളും ഇതെല്ലാം അറിയുന്നവനാണ് നമ്മുടെ കർത്താവ്. അപ്പൊ ആ ഹൃദയത്തിൽ നിന്ന് വരുന്ന സൗമ്യത, ആ സൗമ്യത സാവധാനമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ ആയിരിക്കണം. ഇത് ദൈവസന്നിധിയിൽ നീതിയാകും. അപ്പൊ നമ്മൾ എങ്ങനെ ആയിരിക്കണം? നമ്മള് ഭാര്യമാര് നമ്മൾ എങ്ങനെ ആയിരിക്കണമെന്ന് ദൈവത്തിന് വിശുദ്ധിയോടെ, അല്ലെ? വസ്ത്രധാരണം, നമ്മുടെ അലങ്കാരം വിശുദ്ധിയോടുകൂടിയതായിരിക്കണം. അതുപോലെ നമ്മുടെ ജീവിതം പ്രത്യാശയുള്ള ഒരു ജീവിതമായിട്ട്. ഇത് നമ്മുടെ ഭർത്താക്കന്മാർ കാരണം നമ്മുടെ ഒരു കർത്താവ് ഉണ്ട്, ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ ഇനി ഒരു സമയത്ത് അവൻ വരും, നമ്മെ ചേർത്ത് കൊണ്ടുപോകാൻ വരും. ഇങ്ങനെ ഒരു പ്രത്യാശയുള്ള ജീവിതം ഇത് നമ്മുടെ ദൈവത്തെ അറിയാത്ത ഭർത്താക്കന്മാർ കാണണം. ഇതവർ കാണുമ്പോൾ അത് മാത്രമല്ല, അനുസരണമുള്ള ഒരു ആത്മാവ്. ദൈവവചനം എന്ത് പറയുന്നുവോ അത് പൂർണ്ണമായും നമ്മൾ അനുസരിക്കുന്നു എന്നവർ കാണണം. അവർക്ക് അപ്പോഴേ ഭയം വരുള്ളൂ. അങ്ങനെ നമ്മളെ തന്നെ അലങ്കരിക്കണം, വേറെ ഒന്നും കൊണ്ടല്ല. അതാണ് നമ്മുടെ സാമ്പാസിന്റെ അച്ഛനാണെന്ന് ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. എന്താണെന്നറിയാമോ? കോരവെയിലിൽ കരിഞ്ഞു മൃദു അറുത്തിരുണ്ടിരുന്നാലും പ്രിയൻ കാണുന്നുണ്ട് സൗന്ദര്യം സ്ത്രീകളിൽ അതിസുന്ദരി. നമ്മൾ സാമ്പാസിന്റെ അച്ഛനെന്ന് തോന്നുന്നു. അതാ നമ്മുടെ മുഖം എത്ര നമ്മുടെ ജീവിതത്തിന്റെ വേദനയേറിയ, വെയിലേറിയ, അല്ലെങ്കിൽ നമ്മുടെ ദുഃഖമേറിയ, അല്ലെങ്കിൽ ഈ ഭൂമിയിലുള്ള നമ്മുടെ പലവിധമായ പ്രശ്നങ്ങൾ കൊണ്ട് നമ്മുടെ മുഖം ഒരുപക്ഷെ കറുത്തിരുന്നെന്ന് വരും. പക്ഷെ കർത്താവ് കാണുന്നത് നിന്റെ അകമേയുള്ള സൗന്ദര്യം. പ്രിയൻ കാണുന്നുണ്ട് അത് സൗന്ദര്യം എന്നിൽ, നീ സ്ത്രീകളിൽ അതിസുന്ദരിയാണെന്ന് കർത്താവ് പറയുന്നതിലാണല്ലോ നമ്മുടെ അകമേയുള്ള സൗന്ദര്യമാണ് കർത്താവ് കാണുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു സ്വഭാവം നമ്മുടെ രക്ഷിക്കപ്പെടാത്ത ഭർത്താക്കന്മാർ കാണുമ്പോൾ അവർ ദൈവസ്ഥാനിൽ ചേർന്ന് വരുവാൻ ഇടയാണ്. 7-ാമത്തെ വാക്യം, അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരുടെ കൂടെ വസിച്ച് സ്ത്രീജനം ബലഹീനപാത്രമെന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളെന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുത്തിരിക്കും. അപ്പൊ ഭർത്താക്കന്മാരടുത്ത് പറയുന്ന ഉപദേശം എന്തെന്നറിയാമോ? സ്ത്രീജനം ബലഹീനപാത്രമാണ്. അവളുടെ ശരീരം ബലഹീനമാണ്, അവളുടെ മനസ്സ് ബലഹീനമാണ്, അല്ലേ? അപ്പൊ ഈ സ്ത്രീജനം ബലഹീനമാണ് എന്ന് പറയുമ്പോൾ ഒരു ഭർത്താവ് ആ ഭാര്യയെ അവളെ ഉള്ളതുപോലെ ഒന്ന് അറിയാൻ പഠിക്കണം.
അവളുടെ ബലഹീനതകളും അവളുടെ ആഗ്രഹങ്ങളും അവളുടെ ശരീരത്തിൻ്റെ ബുദ്ധിമുട്ടുകളും അവളുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളും ഇതെല്ലാം ഒരു ഭർത്താവ് അറിയണം. ഒരു ഭർത്താവ് ആ ഭാര്യയെ നല്ലതുപോലെ അറിയണം. അവൾ ഏത് തരത്തിലൊക്കെ ബലഹീനതയുള്ളവളാണെന്ന് ഒരു ഭർത്താവ് അറിയണം. അതാണ് ഭർത്താക്കന്മാർ, നിങ്ങളുടെ ഭാര്യമാർ എന്തിനു വേണ്ടിയാണ് നിങ്ങളുടെ ഭർത്താക്കന്മാർ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കണം. അപ്പൊ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കണമെങ്കിൽ വിവേകത്തോടെയുള്ള നിങ്ങളുടെ ജീവിതം, അല്ലേ? ആ ഭാര്യമാർ ഒരുപക്ഷെ നമ്മൾ ദൈനംദിനമുള്ള ജീവിതത്തിൽ ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ദിവസേന ആഹാരം വയ്ക്കുന്നവരാണ്, അല്ലേ? എല്ലാവരും നമ്മൾ ദിവസേന ആരെങ്കിലും എൻ്റെ ഭർത്താവ് തിന്നാതെ പോകണം എന്ന് വിചാരിച്ച് നമ്മൾ ആഹാരം വയ്ക്കുമോ? ഒരിക്കലും നമ്മൾ സഭയിൽ ഒരു ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവരണം, ഇന്ന് ഒറ്റ എണ്ണം തിന്നരുത് എന്ന് വിചാരിച്ച് നമ്മൾ കൊണ്ടുവരും. ഇല്ല, നമ്മൾ എത്രമാത്രം രുചിയോടുകൂടി നമ്മൾ ഉണ്ടാക്കാമോ, നമ്മളെ ഹൃദയത്തിൻ്റെ ആഗ്രഹം എന്താണെന്നറിയാം, കൊണ്ട് ചെല്ലുന്ന എല്ലാവരും തിന്നണം. ഇത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹമാണെങ്കിലുണ്ടല്ലോ, നമ്മൾ വയ്ക്കുന്ന ഫുഡ് അതിൽ ഒരു പക്ഷേ എണ്ണ കൂടുതൽ ചേർക്കാൻ ഇല്ലായിരിക്കാം, മറ്റ് തേങ്ങ കൂടുതൽ ചേർക്കാൻ ഇല്ലായിരിക്കാം, പക്ഷേ ആ ആഹാരത്തിന് പ്രത്യേകമായ രുചിയായിരിക്കും. അപ്പം നമ്മൾ അങ്ങനെ നമ്മൾ ചെയ്യും. അപ്പോൾ ഭർത്താക്കന്മാരിൽ ഒരു ദിവസം നമ്മളൊരു ഫുഡ് ഉണ്ടാക്കി മോശമായി എന്തിനുണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഭാര്യ ബലഹീനയാണ്, അവൾ അതോടെ തളരും, അല്ലേ? അതേ പക്ഷം ഇത്തിരി ഫുഡ് ഉണ്ടാക്കി ഇത്തിരി ഉപ്പ് കൂടിപ്പോയി, കുഴപ്പമില്ല, എല്ലാ ദിവസവും നീ നല്ലപോലെ ഉണ്ടാക്കുന്നതല്ലേ, പോട്ട് നാളെ ശരിയാക്കിയാൽ മതി എന്ന് പറയുമ്പോൾ അതിനും അവൾ വീഴും, മറ്റേലും വീഴും. എങ്ങനെയെന്നറിയാമോ? അവൾ തളർന്നു പോകും, അല്ലേ? അവൾ പിന്നെ അടുത്ത ദിവസം ഉണ്ടാക്കുമ്പോഴത്തേക്ക് പേടിയായിരിക്കും, ഇനി അന്ന് ഉണ്ടാക്കി ശരിയാവുമല്ലോ എന്നുള്ള. അതാണ് അവളുടെ ബലഹീന ഭാര്യ. അങ്ങനെ പറയുമ്പോഴത്തേക്ക് അവൾ ആകെപ്പാടെ അങ്ങ് ബലഹീന മനുഷ്യരായിട്ട് തളർന്നു പോകും. അതേ പക്ഷെ ഒന്ന് സപ്പോർട്ട് ചെയ്യും, കുഴപ്പമില്ല, എല്ലാ ദിവസവും നല്ലപോലെ എല്ലാം നീ ഉണ്ടാക്കുന്നത് സൂക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അവൾ ബലഹീന ആയതുകൊണ്ട് അതിലും അവൾ വീണു പോകും. അതാണ് സ്ത്രീ എന്ന് പറയുന്നത്, അല്ലേ? പിന്നെ അവൾ എത്രമാത്രം നല്ലതുപോലെ ഉണ്ടാക്കാൻ പറ്റുമോ അതുപോലെ ഉണ്ടാക്കും. അപ്പൊ അങ്ങനെയാണ് പറയുന്നത്, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരുടെ കൂടെ വസിക്കണം ഭർത്താവ്. ഇന്ന് ഒരുപാട് പേര് കല്യാണം കഴിച്ചിട്ട് വീട്ടിലെ സ്ത്രീയെ ഇട്ടിട്ട് ഗൾഫിൽ പോകുന്നു. എന്തിനാണ്? പണം ഉണ്ടാക്കണം, പണം ഉണ്ടാക്കാനായിട്ട് ഭാര്യ എവിടെയെങ്കിലും ഒന്നിലും അവളെ വഹിക്കുന്നു. അപ്പൊ ഭാര്യമാരുടെ കൂടെ വസിച്ച്, പിന്നെ ഞാൻ വേറെ കുറ്റം പറയുന്നില്ല എന്ന് വെച്ചാൽ ചില ഭർത്താക്കന്മാർ ജീവിക്കാൻ നിവർത്തിയില്ലാതെ എത്ര നമ്മൾ ശ്രമിച്ചിട്ടും പറ്റുന്നില്ല, നമ്മളെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ അങ്ങനെ പോകുന്നത് കൊണ്ട്. പക്ഷെ ദൈവജന അടിസ്ഥാനത്തിൽ അത് ശരിയല്ല. അപ്പൊ അതുകൊണ്ട് ഭാര്യമാരുടെ കൂടെ വസിച്ച് സ്ത്രീജനം ബലഹീന പാത്രമെന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളാണ്. അവള് ജീവന്റെ ദൈവകൃപയ്ക്ക് കൂട്ടവകാശിയാണ് അവള് എന്നും ഓർത്ത് അവൾക്ക് ബഹുമാനം കൊടുക്കണം. ഭർത്താക്കന്മാരെ അവൾക്ക് ബഹുമാനം കൊടുക്കണം. അങ്ങനെ ആവുമ്പോൾ എന്തിനു വേണ്ടി നമ്മുടെ കർത്താവ് ഇതൊക്കെ ഉപദേശിക്കുന്നത്? ദൈവവചനം നമ്മൾ കുടുംബ ജീവിതം ഏറ്റവും മനോഹരമായിരിക്കണം. നമ്മൾ ദൈവത്തിന്റെ മക്കളായിട്ട് നമ്മൾ സ്വസ്ഥതയോടെ സമാധാനത്തോടെ ജീവിക്കണം. ഇതിന്റെ കർത്താവിന്റെ ഇഷ്ടം. അതുകൊണ്ട് കർത്താവിന്റെ ഉപദേശങ്ങൾ ഇങ്ങനെയാണ്. അവിടെ ഭാര്യമാരും അവർ കീഴ്പ്പെട്ടിരിക്കണം, ഭർത്താക്കന്മാർ ബഹുമാനം കൊടുക്കണം. രണ്ട് ഭാഗത്തു നിന്നും ഇങ്ങനെ ചില കാര്യങ്ങൾ വരണം. എന്ന് വെച്ചാൽ നമ്മുടെ കർത്താവിന്റെ സ്വഭാവം. കഴിഞ്ഞ പ്രാവശ്യം ബൈബിളിൽ കിടന്ന് കർത്താവ് പറഞ്ഞ 7 കാര്യങ്ങൾ സത്യത്തിൽ അതുവരെ ഞാനത് ഓർത്തിട്ടില്ലായിരുന്നു. പക്ഷെ ആ കർത്താവ് ക്രൂശിൽ കിടന്നിട്ട് ആ വേദനയും തൻ്റെ ശരീരം മുഴുവനും അടിച്ച് നുറുക്കി ഒരു സ്ഥലം പോലും ഇല്ലാതെ വേദനിച്ചിരിക്കുന്ന ആ ക്രൂശിൽ കിടക്കുന്ന സമയത്ത് തൻ്റെ മാതാവ് അവിടെ ഹൃദയം ഞുറുങ്ങി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്, അല്ലേ? ഹൃദയം ഞുറുങ്ങി ഒരു പെറ്റ അമ്മയ്ക്ക് തൻ്റെ മകന്റെ ഈ വേദന കണ്ട് സഹിക്കാൻ പറ്റാതെ അവളെ പൊട്ടി തകർന്നിരിക്കുകയാണ്. ആ സ്ത്രീയെ കണ്ടിട്ട് കർത്താവ് എന്ത് പറഞ്ഞു? ശിക്ഷ നിന്റെ അമ്മ. കർത്താവിന് അറിയാം സ്ത്രീ ബലഹീന പാത്രമാണെന്ന് കർത്താവിന് അറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത്, ശിക്ഷൻ്റെ അടുത്ത് ഇതാ നിന്റെ അമ്മ, സ്ത്രീ ഇതാ നിന്റെ മകൻ. ഏൽപ്പിച്ചു കൊടുത്തു. എന്ന് വെച്ചാൽ ഞാൻ ഈ പോകുന്നു, ഞാൻ എൻ്റെ ദൗത്യം ചെയ്തു തീർത്തിട്ട് ഞാൻ പോകുന്നു. പക്ഷേ എൻ്റെ അമ്മ അവൾ ബലഹീനയാണ്, അവളെ കരുതാൻ ഇനി ഒരാൾ വേണം എന്ന് വിചാരിച്ച് ആ വേദനയുടെ നടുവിലും, ഞുറുങ്ങുന്ന വേദനയാണ്, ശരീരത്തിൽ ഒരു ശകലം പോലും സ്ഥലമില്ലാതെ അടിച്ച് ഞുറുക്കപ്പെട്ടിരിക്കുകയാണ്, ശരീരം മുഴുവൻ രക്തം വാർന്നൊഴുകിയിരിക്കുകയാണ്. ആ വേദനയിലും കർത്താവ് ആ സ്ത്രീകളുടെ ബലഹീനത അറിഞ്ഞു. ഇതുപോലെ ആയിരിക്കണം കർത്താവിൻ്റെ ശിഷ്യന്മാരായിരുന്ന ഭർത്താക്കന്മാർ, ഇതുപോലെ ആയിരിക്കണം. ഭാര്യമാരെ ബഹുമാനിക്കണം, അവൾ ബലഹീന പാത്രമാണെന്ന് മനസ്സിലാക്കണം. അതുപോലെ ഭാര്യമാർക്ക് ഭർത്താക്കന്മാർക്ക്
അതിന് കീഴ്പ്പെട്ടിരിക്കാത്ത ഭാര്യയുടെയും ഭാര്യമാരെ ബഹുമാനം കൊടുക്കാത്ത ഒരു ഭർത്താവിൻ്റെയും പ്രാർത്ഥന ദൈവം എത്രമാത്രം കേൾക്കും എന്ന് നമ്മൾ ഓർക്കണം. നമ്മൾ എന്തിനാ ദൈവസേനയെ പ്രാർത്ഥിക്കുന്നത്? നമ്മൾ ചെന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കും. ഞാൻ ചെന്ന് എൻ്റെ കർത്താവിനോട് സംസാരിക്കാനാണ് ഞാൻ പോകുന്നത്. കർത്താവ്, എനിക്ക് കുറച്ചു നേരം നിന്റെ സന്നിധിയിൽ ഇരിക്കണം, എനിക്ക് നിന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇതിനല്ലേ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് കർത്താവിൻ്റെ അടുത്ത് പോകുന്നത്. അവിടെ നിന്നും കുറച്ച് കേൾക്കുകയും വേണം അല്ലേ? ഇതിന് നമ്മൾ പോകുമ്പോൾ അതിനൊരു ഉത്തരം നമുക്ക് വേണം. അതിനൊരു ഉത്തരം വേണമെങ്കിൽ നമ്മൾ അതല്ലാതെ ചുമ്മാ എന്തെങ്കിലും പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിക്കും. പക്ഷേ എൻ്റെ കർത്താവുമായിട്ടുള്ള ഒരു അഭേദ്യ ബന്ധം, പ്രാർത്ഥനയിൽ എനിക്കൊരു ബന്ധം, അവൻ്റെ ശബ്ദം എനിക്ക് കേൾക്കണം. എനിക്ക് കുറേ കാര്യങ്ങൾ, എൻ്റെ കാര്യം, എൻ്റെ കൂട്ടു സഹോദരങ്ങളുടെ കാര്യം, വേദനിക്കുന്നവരെ, കണ്ണുനീരെടുക്കുന്ന ബുദ്ധിമുട്ടുന്നവരുടെ കാര്യങ്ങൾ കുറേ കർത്താവ് എനിക്ക് നിനക്ക് പറയാനുണ്ട്. ഇതിനാണ് ഞാൻ നിന്റെ സന്നിധിയിൽ വന്നിരിക്കുന്നത്. ഇതിന് ഉത്തരം വേണമെങ്കിൽ ഭാര്യമാരെന്ത് ചെയ്യണം? ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കണം. ഭർത്താക്കന്മാര് ഭാര്യമാർക്ക് ബഹുമാനം കൊടുക്കണം. അങ്ങനെയുള്ളവരുടെ പ്രാർത്ഥന തീർച്ചയായിട്ടും ദൈവം കേൾക്കും. അതിന് ഉത്തരം ദൈവം നമുക്ക് തരുകയും ചെയ്യും.